നാദാപുരം വാഴക്കാട്ടും പിന്നെ കോട്ടക്കല് ഹോസങ്കടി നാട്ടിലും സംവാദം നടത്തിയ എല്ലായിടത്തിലും സുന്നികൾ വിജയം കൊണ്ടാടിയേ. കോട്ടപ്പുറം നാദാപുരം വാഴക്കാട്ടും പിന്നെ കോട്ടക്കല് ഹോസങ്കടി നാട്ടിലും സംവാദം നടത്തിയ എല്ലായിടത്തിലും സുന്നികൾ വിജയം കൊണ്ടാടിയേ. പല പല തെളിവുകൾ മുന്നിൽ നിരന്നപ്പോൾ പഹയന്മാർ വിയർപ്പതിൽ മുങ്ങിയേ. അടിതെറ്റി സലഫികൾ നട്ടം തിരിഞ്ഞയോ വെറുക്കപ്പെട്ടവർ വീണു കാളിയേ. പല പല തെളിവുകൾ മുന്നിൽ നിരന്നപ്പോൾ പഹയന്മാർ വിയർപ്പതിൽ മുങ്ങിയേ. അടിതെറ്റി സലഫികൾ നട്ടം തിരിഞ്ഞയോ വെറുക്കപ്പെട്ടവർ വീണു കാളിയേ. കോട്ടപ്പുറം നാദാപുരം വാഴക്കാട്ടും പിന്നെ കോട്ടക്കല് ഹോസങ്കടി നാട്ടിലും സംവാദം നടത്തിയ എല്ലായിടത്തിലും സുന്നികൾ വിജയം കൊണ്ടാടിയേ. സുന്നിക്കൈരളിയെ കാണുമ്പോൾ അവരുടെ മുന്നേറ്റം അറിയുമ്പോൾ കലിതുള്ളുന്നു കാലിടറുന്നു കപട കൂട്ടർ വഹാബികൾക്ക്. സുന്നിക്കൈരളിയെ കാണുമ്പോൾ അവരുടെ മുന്നേറ്റം അറിയുമ്പോൾ കലിതുള്ളുന്നു കാലിടറുന്നു കപട കൂട്ടർ വഹാബികൾക്ക്. വഹാബി തരികിടയാ ഇവരൊരു വല്ലാത്ത കമ്പനിയാ. സൈത്വാന്റെ വാല് പോലെ നിങ്ങളെ വഹാബി തരികിടയാ. കള്ളം പറയൽ മത്സരം വഹാബിക്ക്, സോപ്പും കെട്ടി കിട്ടിയൊരു മൗലവിക്ക്. കള്ളം പറഞ്ഞ കാരണത്താൽ നേതാവിന്ന് കിട്ടിയത് പിഴയാണ് കോടതിന്ന്. ഇവർ ക്യാമ്പ് നടത്തിയിടുന്നു, വേഷം കെട്ടി പാടിക്കുന്നു. ക്യാമ്പ് നടത്തിയിടുന്നു, വേഷം കെട്ടി പാടിക്കുന്നു. ജാക്കിച്ചാന്റെ പാഠം കണ്ട് ഊർജം നേടുന്നു. ജാക്കിച്ചാന്റെ പാഠം കണ്ട് ഊർജം നേടുന്നു. മലപ്പുറം ജില്ലയിലെ പുളിക്കൽ പ്രദേശം വഹാബിസത്തിന്റെ പോറ്റുമ്മയാണ്. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ പുളിക്കലിൽ നിന്ന് കേൾക്കുന്നത് മൃതാവസ്ഥയിലെത്തിയ ഒരു പ്രസ്ഥാനത്തിന്റെ വെപ്രാളപ്പെടലുകളാണ്. ജിന്ന് വിവാദം കേരള വഹാബിസത്തെ പിടിച്ചുകുലുക്കുകയും പൂർവാചാര്യന്മാരുടെ അന്ത്യവിശ്രമസ്ഥാനത്ത് പോലും അവരെ കഴിഞ്ഞുകൂടാൻ അനുവദിക്കാതെ വിവാദങ്ങൾ മുറുകി ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളുമായി പ്രസ്ഥാനം തലതല്ലി മരിക്കുന്ന അവസ്ഥ. 50 കൊല്ലം പിന്നിലേക്ക് ഈ നശീകരണ പ്രസ്ഥാനത്തെ വലിച്ചു കൊണ്ടുപോകുന്നതിൽ മുഖ്യ കാർമ്മികരായി സക്കരിയ ജബ്ബാർ മൗലവിമാരുടെ ശിഷ്യഗണങ്ങളും ഉണ്ടായിരുന്നു. പുളിക്കൽ എന്ന വഹാബി തറവാട്ടിൽ വയോധികർ പോലും ഇപ്പോൾ മുജാഹിദാണെന്ന് പറയാൻ മടിക്കുകയാണ്. കാരണം മുജാഹിദ് പണ്ഡിത നേതാവും സക്കരിയ സലാഹിക്കു ശേഷം ഏറ്റവും പ്രഗത്ഭനെന്ന് സംഘടന തന്നെ പരിചയപ്പെടുത്തുകയും ചെയ്ത മുനീർ മദനി മൊറയൂർ സുന്നി യുവ പണ്ഡിതൻ നൌഷാദ് ഹസനിക്കു മുന്നിൽ ഗണ്ണന പ്രഭാഷണങ്ങളിൽ മുട്ടുമടക്കി ഉത്തരമില്ലാതെ പ്രതിസന്ധിയിലായപ്പോൾ തലയെടുപ്പുള്ള ജബ്ബാർ മൗലവി തന്നെ രംഗത്തെത്തി. ജിന്ന് വിവാദത്തിൽ വെല്ലുവിളിച്ച് നോട്ടീസ് ഇറക്കി. ആ നോട്ടീസും കയ്യിൽ പിടിച്ച് അഹ്സനിയുടെ നേതൃത്വത്തിൽ പുളിക്കലിൽ നിന്ന് ജബ്ബാർ മൗലവിയെ ഫോണിൽ ബന്ധപ്പെട്ടു. അദ്ദേഹം വ്യവസ്ഥക്ക് തയ്യാറാണെന്ന് അറിയിക്കുകയും തീയതി കുറിക്കുകയും ചെയ്തു. അദ്ദേഹം തയ്യാറാണെന്ന് അറിയിച്ച ദിവസം മുജാഹിദ് പ്രവർത്തകന്റെ വീട്ടിലേക്ക് സംവാദ വ്യവസ്ഥക്കായി സുന്നികൾ ക്യാമറയുമായി പോയി. പക്ഷേ ആ വീട്ടിലെത്തിയുടൻ വഹാബിസത്തിന്റെ മട്ടുമാറി. വഹാബി ഭീരുത്വത്തിന്റെ ജിന്നുബാധ രൗദ്രഭാവം പൂണ്ടു. ക്യാമറ പാടില്ല, മൊബൈൽ ക്യാമറ പോലും അരുത്, ശബ്ദലേഖനം പോലും നിഷേധിക്കുന്ന പ്രതിലോമകാരികളായി അവർ മാറി. മാത്രമല്ല, ഇസ്ലാം മാസിക വായിച്ച് അർത്ഥം പറയാനുള്ള ദർസ് നടത്തിത്തരാമെന്ന് പറഞ്ഞ ജബ്ബാർ മൗലവി വ്യവസ്ഥാപിത സംവാദത്തിന് തയ്യാറില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി.
കട്ടായമായി കൂടെ വന്ന ഇസ്ലാഹ് മാനേജർ അമീർ മൗലവിയും ഈ ഒളിച്ചോട്ടം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അതോടെ പുളിക്കലെ വഹാബി പിന്മാറ്റം സമ്പൂർണമായി. ജബ്ബാർ മൗലവിയടക്കമുള്ള വഹാബി പൗരോഹിത്യത്തിന്റെ മനുഷ്യനിർമ്മിത മതത്തിന്റെ കഥാന്ത്യം ഇങ്ങനെ നമുക്ക് കേൾക്കാം. പുളിക്കൽ 7-ാം ഗണ്ണനത്തിൽ നൌഷാദ് ഹസനിയുടെ നിർദ്ദേശപ്രകാരം ജബ്ബാർ മൗലവിയെ ഫോണിൽ ബന്ധപ്പെടുന്നു. അപ്പൊ നിങ്ങൾ ഇതിലൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? ഇസ്ലായിലെ പ്രസ്തുത ലേഖനത്തിൽ ആരെങ്കിലും വല്ലതും കാണുന്നുവെങ്കിൽ കൂടിയിരുന്ന ചർച്ചയ്ക്ക് അത് ബോധ്യപ്പെടുത്തി തരാൻ താല്പര്യമുള്ളവർ അറിയിക്കുക. അപ്പൊ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. നിങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടതാണ്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് വിളിച്ചാൽ ചിലപ്പോൾ ഇയാൾ പറയാം ഹസനി വിളിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ നമ്പറിലൊന്ന് ബന്ധപ്പെട്ടു നോക്കാം, ഇയാൾ എന്താ പ്രതികരിക്കാന്ന് നമുക്കൊന്നും അറിയാം. അപ്പൊ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ റെഡിയാണ്. അപ്പൊ എന്നാണ് നമുക്ക് പുളിക്കലിൽ ഈ വിഷയം ഇതിനു വേണ്ടി തീരുമാനിക്കാൻ ഒരു ദിവസം? അത് നല്ലതെന്ന് ഇനി സംവാദം ഉണ്ടാവാണെങ്കിൽ നമ്മളെ മധ്യസ്ഥനായുള്ള രാമന്തളൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് മൂപ്പര് ഈ നമ്പറിലൊന്ന് ബന്ധപ്പെട്ട് നോക്കി എന്താ കിട്ടുക നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം. ഹലോ, ജബ്ബാർ മൗലവി അല്ലേ? അതെ. ഞാൻ പുളിക്കൽ നിന്നാണ് വിളിക്കുന്നത്. മുഹമ്മദ് രാമന്തളി എന്നാണ് എന്റെ പേര്. മുഹമ്മദ് രാമന്തളി എന്നാണ് എന്റെ പേര്. ഞാന് നിങ്ങൾ ഇറക്കിയൊരു നോട്ടീസ് കണ്ടിരുന്നുണ്ടോ? മുനീർ മദനിക്ക് മറുപടി പറയുമ്പോൾ നൗഷാദ് ഹസനിയും സുന്നികളും ഇറക്കിയൊരു നോട്ടീസ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന് മറുപടിയായിട്ട് താങ്കൾ ഒരു നോട്ടീസ് ഇറക്കിയിരുന്നല്ലോ, PAJ തുറക്കൽ എന്നുള്ള പേര്. നിങ്ങൾ അതിന് മറുപടിയായിട്ടൊരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അതിന് മറുപടിയായിട്ട് ഇറക്കിയിട്ടില്ല. അല്ല, മറുപടി പരാമർശങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇറക്കിയിരുന്നു. ആ പരാമർശങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് ആ നോട്ടീസ് കൊണ്ട്? അങ്ങനെ അതിൽ പറഞ്ഞില്ല, അക്കാര്യം ഉദ്ദേശിച്ചത്. അപ്പൊ ആ വിഷയത്തിൽ നമുക്കൊരു ചർച്ചയാവാം എന്നാണല്ലോ നിങ്ങൾ ആ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത്. അതെ, അതന്നെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതിൽ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ അത്. അള്ളാഹു അല്ലാത്തത് ദുആ ചെയ്യുന്നത് അതുപോലെയുള്ള വിഷയങ്ങളെ കുറിച്ചാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അപ്പം അതിൽ പറഞ്ഞ പോലുള്ള ചർച്ച ചെയ്യാറാ. പിന്നെ നിങ്ങളത് വായിച്ചറിയില്ല, എനിക്കറിയില്ല അത് എഴുതിയത്. ഓക്കെ, എന്തായാലും നിങ്ങളെ നോട്ടീസിൽ പറഞ്ഞതുപോലെയുള്ള ഒരു ചർച്ച നമുക്ക് നടത്താമല്ലോ. അപ്പൊ അതൊരു സംവാദമായിരിക്കുമല്ലോ ആ ചർച്ച, അല്ലെ? അപ്പോ ജബ്ബാർ മൗലവി ആയിരിക്കുമല്ലോ അതിന് നേതൃത്വം നൽകുക. അവിടുന്ന് വേറെ ശബ്ദം കൊണ്ട് ഇങ്ങോട്ട് കേൾക്കുന്നില്ല. ഹലോ, ശബ്ദം കേൾക്കുന്നുണ്ടോ? അവിടുന്ന് വേറെ ശബ്ദം അതിന്റെ ഇടയിൽ വരുന്നുണ്ട്. അതെന്താ ഫോണിൽ വേറെ സൗണ്ട് പ്രസംഗം നടക്കുക എന്താ ചെയ്യുന്നുണ്ടോ? ഏത്? അവിടെ എന്തേലും വേറെ പ്രഭാഷണം നടക്കുന്നുണ്ടോ? നൗഷാദിന്റെ പ്രസംഗം നടക്കുന്നുണ്ട്. അതാണ് അതിന്റെ ശബ്ദം കേൾക്കുന്നത്. അതിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കേൾക്കുന്നില്ല നേരത്തെ. എന്നാലും ഇപ്പൊ ഞാൻ പറഞ്ഞു കേട്ടോ. എങ്ങനെ? ഇതുവരെ പറഞ്ഞിരുന്ന അത് കേട്ടിരുന്നു. ഇപ്പൊ ശബ്ദം കൂടുതൽ വന്നു. ഇപ്പൊ ക്ലിയർ ഉണ്ടല്ലോ? ഇല്ല 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 ഇല്ല. ഹലോ, നിങ്ങൾക്ക് പകല് വിളിച്ചൂടെ? അല്ല, നമ്മള് ഈ നോട്ടീസ് പരസ്യം ഇറങ്ങിയത് കൊണ്ട് പരസ്യമായ ആളുകൾ ചർച്ച ചെയ്യുകയാണ് ഈ വിഷയം. ജബ്ബാർ മൗലവി ഈ വിഷയത്തിൽ കാണിച്ച തന്റെ ഇടത്തെ എല്ലാവരും അംഗീകരിക്കും. വ്യക്തമായി കേൾക്കുന്നില്ല. ആദ്യം കേട്ടിരുന്നു നിങ്ങൾ തുടങ്ങിയപ്പോ. അല്ല, അവിടുന്ന് ലേശം മാറി നിന്നിട്ടാണ് കേൾക്കായിരുന്നു. നമുക്ക് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഡേറ്റ് ഒന്ന് പറഞ്ഞൂടെ? നമ്മൾ കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കാം. ഈ വാക്ക് മാറാൻ സാധ്യതയില്ലല്ലോ. എങ്ങനെ? ഈ വാക്ക് മാറൂല്ലല്ലോ. ഏത് വാക്ക്? അതിന് എങ്ങനെ മാറി? അതിലൊന്നില്ലേ? ഉറപ്പ്. അപ്പൊ നമുക്ക് പുളിക്കൽ വെച്ച് തന്നെ അത്തരമൊരു വിഷയം ചർച്ചയാവാമല്ലോ. എങ്ങനെ? പുളിക്കലിൽ വെച്ച് തന്നെ നമുക്ക് ആ വിഷയം ഒന്ന് ചർച്ചയാവാമല്ലോ, അല്ലെ? അതെ, അത് നമുക്ക് കൂടി എന്ത് ചർച്ച ചെയ്തിട്ട് എവിടെ വെച്ചാകണം, എങ്ങനെ ആവണം എന്നുള്ളത് തീരുമാനിക്കാം. അപ്പൊ അങ്ങനെ ഒരു വിഷയത്തിൽ നമുക്കൊരു വ്യവസ്ഥക്ക് ഡേറ്റ് ഒന്ന് ഏകദേശം മൗലവി പറഞ്ഞിരുന്നെങ്കിൽ നമുക്കൊന്ന് അത് ഉറപ്പിക്കാമായിരുന്നു. കാരണം ഞാന് ഒരു മാസികയുടെ കോർഡിനേറ്ററാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ ഇറക്കുന്ന മാസികയുടെ രാവിലെ വിളിച്ചാൽ ഈ ജനങ്ങൾ കേൾക്കാനുണ്ടാവില്ലല്ലോ. ശബ്ദം കേൾക്കുന്നില്ല, അതുകൊണ്ടാണ്. അവിടുത്തെ മറ്റ് ശബ്ദത്തിന്റെ ഇടയിൽ കേൾക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ആദ്യം കേട്ടിരുന്നു തുടക്കത്തില്, പിന്നെ കേൾക്കുന്നില്ല. നിങ്ങൾ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത് കേട്ടു. അപ്പൊ പിന്നെ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല.
അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്കൊരു ഡേറ്റ് ഒന്ന് തീരുമാനിച്ചുകൂടെ വ്യവസ്ഥക്കുള്ള? അതെ, നമുക്ക് കൂടിയിരുന്ന് തീരുമാനിക്കാം. അല്ല അതന്നെ, നമ്മൾ കൂടിയിരിക്കാനുള്ള ഒരു ഡേറ്റ് തീരുമാനിച്ചുകൂടെ എന്നാണ് ചോദിച്ചത്. അതിന് എവിടുന്നാ ബന്ധപ്പെടുന്നത് എങ്ങനെയാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നാളെ വിളിക്കും. നമുക്ക് പറയാം. രണ്ടുപേർക്കും യോജിച്ച ഒരു സ്ഥലം ഏത് ഡേറ്റ് പറഞ്ഞാൽ മതി, നമുക്ക് സ്ഥലം അതോടൊപ്പം തീരുമാനിക്കാം. പിന്നെ അതെ, അതൊന്ന് മുഖതാവിന് കണ്ടിരുന്ന് സംസാരിച്ചിട്ടല്ലേ നല്ലത്. അത് തീർച്ചയായും. നമുക്ക് ഇതിന്റെ പേര് മൗലവിയുടെ ഒരു സംശയം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. ഈ അടുത്ത് പല വ്യവസ്ഥകളിലും ജമിയത്തുൽ കത്ത് വേണമെന്ന് പറയാറുണ്ട്. അത് ആവശ്യമായി കേട്ടില്ലേ? ഇത് ജമിയത്തുൽ ബന്ധപ്പെട്ടതല്ലോ, ഇത് ഞാൻ എഴുതിയതല്ലേ? അതെ അതെ, തീർച്ചയായും. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു 20-ാം തീയതി 25-ാം തീയതിയുടെ ഉള്ളിലുള്ള ഒരു ഡേറ്റ് മൗലവി ഒന്ന് പറയോ? അല്ലെങ്കിൽ 30-നുള്ളിലൊരു ഡേറ്റ് ആയാലും മതി. എങ്ങനെ? 20-ന്റെയും 30-ന്റെയും ഇടയിലുള്ള ഒരു ഡേറ്റ് പറഞ്ഞാൽ. അവിടുന്ന് ലേശം മാറി നിൽക്കുവോ? മാറിയെന്ന് കുറെ ഞാൻ മാറി നിൽക്കുകയാണ്. ഇപ്പൊ കേൾക്കുന്നില്ല, അതുകൊണ്ടാ. ഒരു 20-ന്റെയും 30-ന്റെയും ഇടയിലുള്ള ഒരു ഡേറ്റ് പറയാമോ? 20-ന്റെ 30-ന്റെ? അതെ, അത് നമ്മൾ മുഖതാവിൽ കണ്ടുകൊണ്ട് സംസാരിച്ച് തീരുമാനിക്കാം. എങ്ങനെ മുഖതാവിൽ? ഇതിന് പറ്റിയ ആളുകളില്ലേ? തീർച്ചയായും പറ്റിയ ആളെന്നുള്ള സംസാരിക്കുന്ന ആളുകള് നമുക്ക് നേരിട്ട് സംസാരിക്കാം. അന്നപ്പോഴേന്ന് അല്ല, സംവാദത്തിന്റെ കാരണം എന്താ വെച്ചാൽ എവിടെ വെച്ച് ഞാൻ സംസാരിക്കുന്നത് അത് തന്നെ, എവിടെ എന്നെ ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനും പറയുന്നത്. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ എന്നൊക്കെ നമുക്ക് സ്ഥലമൊക്കെ തീരുമാനിക്കണല്ലോ. തീർച്ചയായും ഒരു ഡേറ്റ് തീരുമാനിച്ചാൽ പിന്നെ അതോടനുബന്ധിച്ച് നമുക്ക് അടുത്ത വിളിയിൽ സ്ഥലങ്ങൾ തീരുമാനിക്കാമല്ലോ. എങ്ങനെ? ഒരു ഡേറ്റ് തീരുമാനിച്ചാല് പിന്നെ സ്ഥലങ്ങൾ നമുക്ക് പിന്നീടുള്ള വിളികൾ. അതെ, ആ ഡേറ്റും സ്ഥലവും ഒക്കെ നമ്മൾ കൂടി ഇരുന്നിട്ട് തീരുമാനിക്കാം. അതല്ല ഞാൻ ചോദിക്കുന്നതാണ്, ഈ കൂടിയിരിക്കാനുള്ള ഡേറ്റ് ആണ് ചോദിക്കുന്നത്. അത് ശരി, കൂടിയിരിക്കാനോ? എവിടെ കൂടണം? അതെവിടെയാണ് മൗലവി പറഞ്ഞോളൂ. നമുക്ക് കൊണ്ടോട്ടിയില് അല്ലെങ്കിൽ പുളിക്കലിൽ തന്നെ ഒരു സൗകര്യപ്രദമായ സ്ഥലമാവാം. മൗലവിയുടെ സൗകര്യത്തിനനുസരിച്ചാണ്. നമുക്ക് രണ്ടുപേർക്കും സൗകര്യമായ ഒരു സ്ഥലമായിക്കോട്ടെ, ഡേറ്റ് പറഞ്ഞാൽ മതി. ഇന്ന് 13. നിങ്ങൾ എന്നാ പറഞ്ഞത്? ഒരു 22-ാം തീയതി പറ്റുമോ? എങ്ങനെ? 22-ാം തീയതി പറ്റുമോ? നമ്മള് ചർച്ച ചെയ്യാൻ കൂടുന്നത് ഇന്ന ദിവസം തീരുമാനിക്കാൻ വേണ്ടി കൂടുന്നത്. അതെ 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 അതെ. അതിൽ നമുക്ക് വ്യവസ്ഥയും എഴുതാം കൂടിയാല്. ആ തീരുമാനിക്കാനിരിക്കുന്ന തന്നെ നമുക്കൊരു വ്യവസ്ഥയും എഴുതാം. വ്യവസ്ഥ എഴുതാനില്ലല്ലോ. വ്യവസ്ഥ ഞാൻ അതിൽ പറഞ്ഞിട്ടില്ലേ? വ്യവസ്ഥ ഞാൻ ആ പറഞ്ഞതനുസരിച്ച് സംസാരിക്കാന്നുള്ളതല്ല ഞാൻ എഴുതിയിട്ടുള്ളത്. വേറെ വ്യവസ്ഥ നമ്മളൊരു വിഷയത്തെ കുറിച്ച് രണ്ട് പക്ഷത്തു നിന്ന് ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോ അതിലൊരു വ്യവസ്ഥ വേണമല്ലോ. എന്തായാലും എന്ന് സംസാരിക്കാന്നുള്ളത് അല്ല. മൗലവി എന്ത് തന്നെ പറഞ്ഞാലും മൗലവി പറയുന്നൊരു വിഷയത്തെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് എന്തായാലും ഒരു വ്യവസ്ഥ അനിവാര്യമാണല്ലോ. അതെ, സ്ഥലം, സന്ദർഭം, ആരൊക്കെ, എത്ര ആള്, എങ്ങനൊക്കെ ഉള്ള. അതെ 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 അതോടെ അത് സംവാദമായി മാറി. അതുകൊണ്ട് തന്നെ ആ വ്യവസ്ഥ, ഈ ചർച്ച നമ്മൾ പറയുന്നത് അപ്പൊ ഒരു 22-ാം തീയതി ആയിരിക്കും മൗലവി സമ്മതിക്കാൻ സാധ്യതയുള്ള ഡേറ്റ് അല്ല. അപ്പൊ അത് എവിടെ വെച്ച്? അത് എവിടാണ് മൗലവി പറഞ്ഞോളൂ. കൊണ്ടോട്ടിയിൽ വേണോ പുളിക്കല് വേണോ? പുളിക്കലാണ് ഏറ്റവും നല്ല സ്ഥലം. മൗലവിയുടെ സൗകര്യമാണ്. കാരണം നിങ്ങളെ സൗകര്യവും കൂടി പരിഗണിച്ച് വേണമല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്ന് നാളെ വിളിക്കുവോ? അല്ല, ആയിക്കോട്ടെ, നാളെ ഞാൻ വിളിക്കാം. സ്ഥലമൊക്കെ നമുക്ക് നാളെ തീരുമാനിക്കാം. ഡേറ്റ് ഒന്ന് മൗലവി പറയുമോ? എങ്ങനെ നമ്മൾ കൂടി ഇരിക്കാനുള്ള ഡേറ്റ്? അതെ 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 അതെ. ഇത് തീരുമാനിക്കാൻ വേണ്ടി ഇരിക്കാനുള്ള അല്ല, ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം പിന്നെ വിഷയമല്ല. കാരണം തുറക്കല് നമ്മള് മൗലവിയുടെ വീട്ടിൽ മൗലവിയുടെ കുടുംബ ബന്ധത്തിലോ കൂടി ഇരുന്ന് തീരുമാനിക്കാം. ഡേറ്റ് എന്ന് ചെയ്യണം എന്നുള്ളത്, ചർച്ച വേണം എന്നുള്ളത് നമുക്ക് കൂടിയിരുന്ന് തീരുമാനിക്കാം. മൗലവി 22-ാം തീയതി ആയിക്കൂടെ? അതിന് നമ്മൾ അതിന് മുമ്പ് കൂടുക. അതേ പറയുന്നത് ആ കൂടുന്നതിന്റെ ഡേറ്റ് ആണ് ഞാൻ ചോദിക്കുന്നത്, സംവാദത്തിന്റെ ഡേറ്റ് അല്ല. കൂടുന്ന ഡേറ്റ് അല്ലേ? അതെ. അതെപ്പോഴാണ് നല്ലത്? എപ്പോഴാ നിങ്ങൾ പറയും? 22-ാം തീയതി ഇൻഷാ അല്ലാഹ്. 22-ാം തീയതി എപ്പോഴ്? ഓക്കെ അല്ലേ?
22-ാം തീയതി എപ്പോഴേ? 22-ാം തീയതി എപ്പോഴാണ്? മരുവിന് ശേഷമാണോ സൗകര്യമല്ല? രാവിലെ 4 മണിക്ക് ആയിക്കോട്ടെ. 4 മണിക്ക് ശേഷം. 4 മണിക്ക് ശേഷം ഇൻഷാ അല്ലാഹ്. 22-ാം തീയതി 4 മണിക്ക് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. സംവാദത്തിന് വേണ്ടിയുള്ള വ്യവസ്ഥ അങ്ങനെ തന്നെയാണ്. മൗലവി പറഞ്ഞത് ഞാൻ വിശദീകരിക്കുമ്പോൾ എനിക്ക് തെറ്റുപറ്റിപ്പോയതായിരിക്കാം. സംവാദത്തിനുള്ള വ്യവസ്ഥ തന്നെ. വ്യവസ്ഥ എന്ന് പറഞ്ഞോ എങ്ങനെ വ്യവസ്ഥ? എത്ര സമയം? അങ്ങനെ എന്താ വ്യവസ്ഥ? അത് പറയാനല്ല. നിങ്ങൾ ഈ പറഞ്ഞ വിഷയം, നിങ്ങളിവിടെ നോട്ടീസിൽ പറഞ്ഞ ആ വിഷയം നിങ്ങളുടെ ലേഖനവുമായി അതന്നെയാണ്. ആ നിങ്ങൾ ഈ പറയുന്ന എനിക്ക് ഞാൻ ഒരു ഫോൺ വരുന്നുണ്ട്, അറ്റൻഡ് ചെയ്താൽ. അതുകൊണ്ട് മൗലവി ഈ ഡേറ്റ് നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നു. അടുത്ത് ഞാൻ സ്ഥലവും മറ്റും നമ്മൾ ബന്ധപ്പെട്ട് തീരുമാനിക്കാവുന്നതാണ്. എത്രാം തീയതിയാണ്? 22-ാം തീയതി 4 മണിക്ക് ശേഷം. അപ്പോ ഇനി നല്ലതാണ് എല്ലാ നോട്ടീസിലും ഒരു ഫോൺ നമ്പർ കൊടുക്കുന്ന വളരെ നല്ലതാണ്. അത് ഞങ്ങൾ ഓർമ്മപ്പെടുത്തും. ആ കളിയൊന്നും ഞങ്ങളോട് നടക്കൂലെന്ന് തീർത്തുകൾ മനസ്സിലായിക്കോളി. അപ്പൊ ഡേറ്റ് മറക്കണ്ട. 22-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ഇൻഷാ അല്ലാഹ് ജബ്ബാർ മൗലവിയുമായി ഞങ്ങൾ ഒത്തുകൂടും. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യം കൂടി പുളിക്കലിൽ ഫത്വാക്കുമെന്ന് ഞങ്ങൾ ഉറപ്പുവരും. ഇവിടേക്കാണ് ജബ്ബാർ മൗലവി വ്യവസ്ഥക്ക് സുന്നികളെ ക്ഷണിച്ചത്. ഇത് മുജാഹിദ് പ്രമുഖന്റെ വീടാണ്. ക്യാമറ അനുവദിക്കാത്തതിനാൽ ശബ്ദം മാത്രം പകർത്താൻ സാധിച്ചു. വ്യക്തമായ സംഭാഷണങ്ങൾ പകർത്താനുള്ള സംവിധാനങ്ങളൊക്കെ ആദ്യമേ വഹാബിസം അടച്ചിരുന്നു. അത് കാരണം മൊബൈലിൽ പകർത്തിയ ശബ്ദമാണ് നിങ്ങളീ കേൾക്കുന്നത്. പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് ആവശ്യത്തിലൊരു വ്യവസ്ഥ ചർച്ച നമ്മൾ ആഗ്രഹിച്ചത്. അതെങ്ങനെ ബോധ്യപ്പെടുത്താനുള്ള ഉദ്ദേശം അപ്പൊ ആ വാദം നമ്മുടെ വാദത്തിൽ കൂട്ടിയിട്ടുള്ള ഒരു സംവാദം നമുക്ക് നിർത്തി തരാം. പിന്നെ ഒരു വാദം മാത്രം നമ്മൾ തന്നുകൊണ്ട് കാര്യമില്ല. വാദത്തോടൊപ്പം ആ വിഷയം ചർച്ച ചെയ്യാനുള്ള സംവാദത്തിലേക്കുള്ള വ്യവസ്ഥയും കൂടി നമ്മൾ തയ്യാറാക്കണം. സാധാരണ സംഭവ ബന്ധത്തിൽ ചുരുങ്ങിയ വിഷയമാണ്. പെട്ടെന്ന് ആ മൂപ്പരാണ് ലഘുലഭി ഇറങ്ങിയത് രീതിയിൽ അതിർക്കാനായില്ല. ഞങ്ങള് പറയും ഇതിന്റെ മുമ്പ് ഇതെങ്ങനെ ഈ വ്യവസ്ഥ എങ്ങനെ നടക്കണം എന്നാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ ശേഷം നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. വരുന്നേ ഉള്ളൂ. അങ്ങനല്ല നമ്മൾ പറഞ്ഞത്. ഇത് ഈ വ്യവസ്ഥ എങ്ങനെ ആയിരിക്കും അതാണ് ചർച്ച. ക്യാമറ ഒന്നും ഇതിലില്ല. എന്താ എനിക്ക് ക്യാമറ ഉണ്ടായാൽ തന്നെ നമ്മൾ പറഞ്ഞു. അതിരിക്കട്ടെ. നമ്മളിപ്പോ പറയുന്നത് നമ്മൾ ഈ വിഷയത്തില് ഇപ്പോ ഇതുണ്ടാവാനുള്ള കാരണം നമ്മള് നിങ്ങൾ അത് ആ വിഷയം നമുക്ക് ചർച്ച ചെയ്യാനൊരു വ്യവസ്ഥ ഇരിക്കുന്നപ്പോ പറഞ്ഞാണ്. ആ വ്യവസ്ഥ നിങ്ങൾക്ക് ഞാൻ എഴുതിയ അതിനെതിരെ കാണിച്ചു തരാൻ ആ പ്രസ്തുത ലേഖനത്തിൽ കാണിച്ചു തരാൻ തയ്യാറുണ്ട്. അത് കാണിച്ചു തരുക. അതിന് നിങ്ങൾക്ക് കഴിയുമോ? ഞങ്ങളെ വിഷയം അത് നമുക്ക് ആ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഈ വിഷയത്തിൽ അങ്ങനല്ല, ഈ വിഷയത്തിൽ എങ്ങനെ പിന്നെ സംവാദം നടത്തണം, ചർച്ച നടത്തണം, അല്ല എങ്ങനെ ചർച്ച നടത്തണം എന്ന് നമുക്ക് ആദ്യം തീരുമാനിക്കണം. ആ വ്യവസ്ഥ അത് ഞങ്ങളറിയില്ല. ഞങ്ങൾ പറയട്ടെ,
ഈ തത്വത്തിനെതിരായി പറയുന്നുണ്ടോ? ഞങ്ങൾ പറയുന്നുണ്ട് അറിയാം. അത് ഉണ്ടോ ഇല്ലേ? ഞങ്ങൾ മൗലവിയായിട്ട് ഫോൺ ചെയ്തപ്പോ സംവാദത്തിനുള്ള ഈ വിഷയ സംബന്ധിയായ സംവാദം എന്റെ വ്യാമോഹം പറഞ്ഞോ, ഞാൻ പറയട്ടെ. ഞാനത് പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഒപ്പോസിഷൻ ഞങ്ങൾ പറഞ്ഞത് ഓക്കെ അത് കൂടിയിരിക്കാന്ന് തീർച്ചയായും ഈ വിഷയത്തിൽ ബോധ്യപ്പെടുത്തി തരാമെന്ന് ഞങ്ങൾ പറഞ്ഞു. അത് നമ്മൾ സംസാരത്തിന്റെ അടിസ്ഥാനത്തിലാവണം. നോട്ടീസ് മാത്രമല്ല, ഇത് മാത്രമല്ല നമ്മൾ മൊബൈൽ ഞാൻ പറഞ്ഞു ശരിയാണോ അല്ലെന്നല്ല. ഈ വിഷയത്തിൽ ഞാൻ പറയുമ്പോൾ മൗലവിക്ക് എനിക്ക് എന്ത് ചെയ്യായിരുന്നു? മൗലവിക്ക് തിരിച്ചു പറയാം, സംവാദമല്ല, ഞാൻ സംവാദത്തിന് ഇല്ല. ഇതിനെ കുറിച്ച് നമുക്ക് ഒരു ഇസ്ലാം മാത്രമല്ല ചർച്ച ഒരുപാട് അങ്ങനെയല്ല. മറുപടി എഴുതാനുള്ള കാരണം അവിടെ ഞങ്ങൾ ആദ്യം ഈ മുനീർ മദനി ഇവിടെ ഇതെന്തിനാ മറുപടി പറയുമോ അതിന്റെ നോട്ടീസ് ഞാൻ ഇസ്ലാഹിൽ എഴുതിയ ലേഖന പരാമർശവുമായി ഇസ്ലാഹിൽ പരാമർശിച്ചില്ല. അല്ല, ഇതിൽ ഇസ്ലാമില്ല, ഇതിൽ ഇസ്ലാമില്ല. അത് ഒരു ഇസ്ലാം മാത്രമല്ല, ഒരുപാട് ഇസ്ലാം. മൗലവി പറഞ്ഞ് കൃത്യമായി നമുക്ക് അവിടെ ബന്ധപ്പെടുത്താം വിധത്തിൽ അതിലുണ്ടെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെടുത്താം വിധത്തിലുള്ള ചർച്ചയാണ് ഞങ്ങളിവിടെ. നിങ്ങളിതിൽ ഇടപെട്ടത് കൊണ്ടാണ് വിഷയം. ഇങ്ങനെ ഒരു ആവശ്യത്തിൽ വിളിച്ചിട്ടില്ല. സൗണ്ട് ഇന്നലെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് ഇതിലാഹിനെ നടക്കുന്നു. അതിലുണ്ടോ അത് കാണിച്ചു. അതാ ഞാൻ കാണിച്ചു തരും. പിന്നെ ഞങ്ങൾ മറുപടി പറയുമോ? അതെ, തലക്കെട്ടിൽ ആ തലക്കെട്ടിൽ എന്ന് പറയുന്നത് അതുകൂടെ ഉണ്ടല്ലോ. ഇടപെട്ടതാണ്. അല്ല, അത് ഞങ്ങൾ പറഞ്ഞതിന് പ്രതികരിക്കുന്നത്. അല്ല, ഇതിനാണ് മറുപടി. തുടക്കം വായിക്കും എന്ന തലക്കെട്ടിൽ എന്ന് പറഞ്ഞത് ഏതാണ് ആ വിതരണം ചെയ്യപ്പെടുന്ന ചോദ്യങ്ങൾ കാണുകയുണ്ടായി. 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്ലാം മാസികയിൽ വന്ന ഒരു ലേഖനത്തിലെ ചില പരാമർശങ്ങളുമായി ബന്ധപ്പെടുത്താവുന്ന ചില ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് ആ ലേഖനത്തിൽ മുമ്പിലത്തെ എഴുതി മുമ്പിലത്ത് പറഞ്ഞോളൂ ഉത്തരമാണ്. 3 വിഷയങ്ങൾ. ഈ വിഷയങ്ങൾ അള്ളാഹുവിനകത്ത് ദുആ ചെയ്ത് തീർക്കാവുന്നു. മനുഷ്യരുടെ ഭാഗമായ ഒരു മനുഷ്യർ കാണാവുന്നതല്ല. മനസ്സാവട്ടെ, മനുഷ്യനാവട്ടെ, ജില്ലാവട്ടെ, ചുറ്റുപാട് കഴിയപ്പെടാത്ത ഒന്നും തന്നെ ഒരു ചുറ്റോട് കാണാൻ പാടുന്നതല്ല. ഈ തത്വത്തിനെതിരായി ഇസ്ലാമിന്റെ പ്രസ്തുത ലേഖനത്തിൽ ആരെങ്കിലും വല്ലതും കാണുന്നുവെങ്കിൽ കൂടി ഇന്ന് ചർച്ച ചെയ്ത് അത് ബോധ്യപ്പെടുത്താൻ താല്പര്യമുള്ള അറിയിക്കുക. താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഈ ഇതിൽ പറയുന്നത് മുനീർ മദനി മറുപടി പറയും. ഇടപെട്ട് അത് ഇനിയും പറയും.
അത് ഞങ്ങൾ തെളിയിക്കും. അത് തെളിയിക്കും. ഞങ്ങൾ തെളിയിക്കും. അത് തെളിയിക്കും. അത് തെളിയിക്കും. ഇപ്പൊ മൗലവി പറഞ്ഞു കൊടുക്കാൻ നിൽക്കാം. അത് മൗലവി പറഞ്ഞു കൊടുക്കാൻ നിൽക്കുകയാണ്. അത് നമ്മൾ പറഞ്ഞു മൗലവി ജിന്നിനെ വിളിച്ച് പിന്നെ സഹായം തേടാമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പറഞ്ഞു ഒരാരോപണം. ഞാൻ പറയുന്നത് പഴയകാല മുജാഹിദ് നേതാക്കൾ പറഞ്ഞതിനെതിരായിട്ട് ഞങ്ങൾ പറയട്ടെ. അല്ല നിങ്ങളെ അതെ അത് ആ പറഞ്ഞതിന് മുജാഹിദ് മുഴുവനത്തിനെതിരാണ്. നിങ്ങൾ പുതിയ മതം ഉണ്ടാക്കുകയാണ്. ഈ പറഞ്ഞ വിഷയത്തിനെതിരെ ഇസ്ലാം പറയുന്നത് വാദപ്രയോഗം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഞങ്ങൾ പിന്നീടുള്ള അമീർ അങ്ങനെയാണെങ്കിൽ വ്യവസ്ഥാപിതമായി ഈ വിഷയം ഉൾക്കൊള്ളുന്ന രൂപത്തിൽ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്ത് സ്പർശിക്കുന്ന രൂപത്തിൽ തന്നെ ഒരു വ്യവസ്ഥ അതെ ഈ മൂന്ന് വിഷയത്തിൽ നമ്മൾ മുജാഹിദുകൾക്കിടയിൽ ഈ വിഷയത്തിൽ മൗലവിയുടെ ഈ മൂന്ന് വിഷയത്തിനെതിരെ ഇസ്ലാമിന് ആ രംഗത്ത് വന്നുണ്ടോ ഞങ്ങളിലുള്ള ഗവൺമെന്റ് അത് അതിലൂടെയുണ്ട് മൗലവി അതവിടെ മൗലവിക്ക് നമ്മുടെ വിഷയം അതല്ല. ഈ വിഷയത്തിൽ വ്യവസ്ഥാപിതമായി ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ? സംവാദത്തിന് തയ്യാറില്ല. ഇത് വ്യവസ്ഥാപിതമല്ല. പരസ്യമായി ഒരു മിനിറ്റ് പരസ്യമായി
ഈ ഒരു നോട്ടീസിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് ക്യാമറ വേണ്ട, നിങ്ങളുടെ വാദമാണ്. ഇങ്ങനെ ഒന്നും വേണ്ടാത്ത നിങ്ങൾക്ക് വ്യവസ്ഥാപിതായ നിങ്ങൾക്ക് പറ്റില്ല നമുക്കറിയാം. അല്ല നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചാൽ വ്യവസ്ഥാപിത ചർച്ചയ്ക്കില്ലാത്ത ഈ വിഷയത്തെ ഞാൻ നോട്ടീസിൽ എഴുതിയതിൽ ഇസ്ലാഹിലെ എന്റെ ലേഖനത്തിൽ കാണിച്ചു തരാൻ കഴിയുമോ? വ്യവസ്ഥാപിത സംവാദത്തിന് പോലും ചെയ്യാറുണ്ടോ? ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ വാദമാണ്. ഈ മതത്തിന്റെ നിയമം നിങ്ങൾ പറഞ്ഞതിന് അപ്പുറം എനിക്ക് കേൾക്കാനൊന്നുമില്ല. പരസ്യമായിട്ട് ഇറക്കിയ നോട്ടീസ് നേരത്തെയായിട്ട് ചർച്ച ചെയ്യണം. അത് കേരളം പോലും ഇല്ലാതെ നിങ്ങൾ ഏത് ജീവിക്കുന്നത്, നിങ്ങൾ ഏത് മറ്റുമാരുടെ ജീവിക്കുന്നത്? പരസ്യമായിട്ട് ഇറക്കിയ നോട്ടീസിൽ ഗസ്റ്റായിട്ട് ചർച്ച ചെയ്യണം. വോയിസ് പോലും പറ്റില്ല. വഹാബിസം ഒന്നായി വന്ന് സുന്നി മുന്നേറ്റത്തെ പുളിക്കലിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടും യുവപണ്ഡിതന്മാരുടെയും സാധാരണ സുന്നി പ്രവർത്തകരുടെയും മുന്നിൽ തോറ്റോടിയ കഥ പുളിക്കല ജനങ്ങളെ അറിയിച്ച് പ്രവർത്തകർ നടത്തിയ ആവേശപ്രകടനം. അക്ഷരാർത്ഥത്തിൽ പുളിക്കലെ വഹാബികൾക്ക് ശ്മശാന മൂകതയായിരുന്നു ഈ നിമിഷങ്ങളിൽ. വിട്ടുമടക്കി
നാട്ടുകാരെ നിങ്ങളറിഞ്ഞോ വഹാബികളുടെ ആചാര്യന്മാർ വഹാബികളുടെ ആചാര്യന്മാർ ജിന്നിസത്തിൻ ദാർശനികന്മാർ സുന്നി ധർമ്മ പടയുടെ മുന്നിൽ കിളിപ്പിരായെ മുട്ടുമടക്കി നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ വഹാബികളുടെ ആചാര്യന്മാർ സാമ്രാജ്യത്വചാരന്മാർ ജിന്നിസത്തിൻ ദാർശനികന്മാർ പരസ്യമായി നോട്ടീസ് ഇറക്കിയ മൗലവികളുടെ പാതിരിമാർക്ക് രഹസ്യമായ ചർച്ച വേണം ക്യാമറ വേണ്ട മൈക്ക് വേണ്ട മൊബൈല് വേണ്ട റെക്കോർഡ് വേണ്ട ഒന്നും തന്നെ വേണ്ടേ വേണ്ട ആളറിയാതെ ജനമറിയാതെ രഹസ്യമായ ചർച്ച മാത്രം അയ്യോ ഇത് നാണക്കേട് ഇതാണത്രേ വഹാബിസം SYS സിന്ദാബാദ് SYS സിന്ദാബാദ് SSF സിന്ദാബാദ് ധാർമ്മിക വിപ്ലവം സിന്ദാബാദ് പ്രിയപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസികളെ, നാം ഇവിടെ 7 ഗണന പ്രസംഗങ്ങൾ നടത്തി. അതിൽ നമ്മൾ 25ഓളം ചോദ്യങ്ങൾ ഈ പുളിക്കലുള്ള വഹാബികൾക്ക് നൽകിയിരുന്നു. പക്ഷെ അതിനൊന്നും ഉത്തരം പറയാതെ മുജാഹിദിന്റെ തലതൊട്ടപ്പൻ നേതാവി ജബ്ബാർ മൗലവി ഇവിടെ ഒരു നോട്ടീസ് ഇറക്കിയിരുന്നു പുളിക്കലിൽ. ആ നോട്ടീസ് അദ്ദേഹം ഇറക്കി എന്നല്ലാതെ അദ്ദേഹം ഈ നോട്ടീസ് പരസ്യമായിട്ട് ഇറക്കി ഇതിൽ വല്ല സംശയങ്ങളുണ്ടെങ്കിൽ ആർക്കും ഈ നമ്പറുമായി ബന്ധപ്പെടാമെന്ന് പറഞ്ഞതനുസരിച്ച് ഇവിടെയുള്ള പ്രവർത്തകന്മാർ ജബ്ബാർ മൗലവിയെ ഫോണിലൂടെ പരസ്യമായി വിളിച്ച് 22-ാം തീയതി ഇന്ന് ദിവസം ഞങ്ങൾ ഇന്നൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് ഏറ്റുകൊണ്ട് മുണ്ടപ്പലം എന്ന് പറയുന്ന നമ്മുടെ പുറക്കലിന് അടുത്തുള്ള മുണ്ടപ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മുജാഹിദിന്റെ മൗലവിമാര് വന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അവിടെ നടന്നത് നല്ലൊരു വഞ്ചനയായിരുന്നു യഥാർത്ഥത്തിൽ. കാരണം മുജാഹിദുകളായ ഇവിടെയുള്ള ചില പ്രവർത്തകന്മാരെ, മുജാഹിദിന്റെ ചില ഗുണ്ടാ സംഘങ്ങളെ അവരെ ആ വീട്ടിൽ കയറ്റിയിരുത്തി. അതായത് മുജാഹിദിന്റെ ഒരു വീട്ടിൽ വെച്ചായിരുന്നു സംവാദം നിശ്ചയിച്ചിരുന്നത്, സംവാദമല്ല ചർച്ചയ്ക്ക്. അങ്ങനെ മുജാഹിദിന്റെ ആളുകളെ അവരെ ആ വീട്ടിൽ കയറ്റിയിരുത്തി. പക്ഷേ കേരളത്തിലുള്ള സുന്നി പണ്ഡിതന്മാർ, ആ തലതെടുപ്പുള്ള നമ്മളെ യുവ പണ്ഡിതന്മാരായ നൗഷാദ് ഹസനിയും റഷീദ് സഖാഫിയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള പണ്ഡിതന്മാരെ, ഞങ്ങളെ കുറച്ച് പ്രവർത്തകന്മാരും അങ്ങോട്ട് അവർ ക്ഷണിച്ചതനുസരിച്ചാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അവരുടെ ആ ക്ഷണം ഒരു മാന്യതക്ക് നിരക്കാത്ത ഒരു പരിപാടിയാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത്. കാരണം ഞങ്ങളുടെ പക്ഷത്തിൽ നിന്ന്, സുന്നി പക്ഷത്തിൽ നിന്ന് വെറും 3 ആളുകളെ മാത്രമേ ആ വീട്ടിനകത്തേക്ക് കടക്കാൻ അവർ അനുവദിച്ചുള്ളൂ. മാത്രമല്ല ആ വീട്ടുകാരൻ വളരെ നിന്ദ്യമായ രീതിയിലാണ് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട്ടിലേക്ക് എന്ത് മര്യാദ കാണിക്കണമെന്നും തിരിയാത്ത വഹാബിസം. അതാണ് യഥാർത്ഥത്തിൽ വഹാബിസം. അതായത് അവർ പറ്റിക്കാനുള്ള ഒരു ഗൂഢതന്ത്രമാണ് യഥാർത്ഥത്തിൽ വഹാബിസം അവിടെ ഒരുക്കിയത് എന്ന് ഈ നാട്ടിലുള്ള വഹാബികളും സുന്നികളായ പ്രവർത്തകന്മാരെയും എല്ലാം അറിഞ്ഞിരിക്കണം. അവരുടെ പ്രവർത്തകന്മാരെ അവരെ വീടിന്റെ ഉള്ളിൽ കയറ്റി നിർത്തിക്കൊണ്ട് ഇവ ഒരു ഗൂഢതന്ത്രമാണ് യഥാർത്ഥത്തിൽ അവിടെ വഹാബിസം ഉണ്ടാക്കിയെടുത്തത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. അവിടെ ചർച്ചയ്ക്ക് വന്ന് ജബ്ബാർ മൗലവി അകത്തിരുന്ന് ചർച്ചയ്ക്ക് വന്ന് നമ്മളെ നൗഷാദ് ഹസനുമായി തട്ടിക്കയറുകയാണ് ചെയ്തത്.
അതായത് ഇയാളെ ഇവിടെ പിന്നെ എന്നെ കുറിച്ച് പലതും ജിന്ന് വിഷയത്തിൽ പലതും പറഞ്ഞു നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നടന്നത് യഥാർത്ഥത്തിൽ നിന്ന് എന്താണ് സംഭവിച്ചതെന്ന് നമ്മളെ മുഖാമുഖത്തിന്റെ പ്രതിനിധികളോട് ഇൻഷാ അല്ലാഹ് ഇവിടെ വിശദീകരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സഹോദരന്മാരായ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ വഹാബിസത്തിന് സുന്നികളുടെ മുൻപിൽ ഒരു ആശയപരമായിട്ട് ഒരു രേഖയും അവിടെ കൈവശമില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ജബ്ബാർ മൗലവി നമ്മളെ വിളിച്ചു വരുത്തിയിട്ട് പരിഹസിച്ച് വിടുകയാണ് അവിടെ നിന്ന് യഥാർത്ഥത്തിൽ ചെയ്തത്. കാരണം ആ വീട്ടുകാരൻ പറയാണ്, നിങ്ങളാരും ഈ മുറ്റത്ത് പോലും നിൽക്കാൻ പാടില്ല, നിങ്ങളെല്ലാവരും പുറത്തിറങ്ങി പോകണമെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിറക്കുകയാണ് കേരളത്തിലെ വഹാബികൾ അവർ ചെയ്തത്. ഗൂഢതന്ത്രം വിനയുകയാണ് വഹാബിസം അവിടെ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് വഹാബിസത്തിന്റെ ആ തനിനിറം അവർ ചതിയന്മാരാണ്, വഞ്ചകന്മാരാണ്, സാമ്രാജ്യത്തെ കൂട്ടിക്കൊടുക്കുകാരാണ് വഹാബിസം എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണമെന്ന് നിങ്ങളോട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് ആ വീടിന്റെ അകത്ത് നടന്നത് എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മുഖാമുഖത്തിന്റെ പ്രതിനിധിയെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഹാബിസത്തിന് താഴ്വേരുള്ള പുളിക്കലിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയാൻ ഒരു അവസരം തന്ന അള്ളാഹുവിന് സ്തുതി, അൽഹംദുലില്ലാഹ്. ഇത് വഹാബിസം കേരളത്തിൽ പിറന്നു വീണിട്ട് വഹാബിസത്തെ പോറ്റി വളർത്തിയ മണ്ണാണ് പുളിക്കൽ എന്ന ഈ മണ്ണ്. ഈ മണ്ണിൽ നിന്നുകൊണ്ട് വഹാബിസത്തോട് പോരടിക്കാൻ ഞങ്ങളെപ്പോലെയുള്ള സാധാരണ സുന്നി പ്രവർത്തകർക്ക് സാധിക്കുകയും വഹാബിസത്തിന്റെ അവസാനമെടുക്കും വിധം അതിനെ പരാജയപ്പെടുത്താൻ കഴിയുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഇവിടെ മുജാഹിദ് മൗലവിമാരിൽ ഏറ്റവും വലിയ ജിന്ന് ദാർശനികനായിരുന്ന ജബ്ബാർ മൗലവി ആയിരുന്നു അല്പം മുമ്പ് ഇവിടെ കടന്നു വന്നിരുന്നത്. 7 ഖണ്ഡനങ്ങളിലൂടെ നൌഷാദ് ഹസനി എന്ന സുന്നി യുവ പണ്ഡിതന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്ന പുളിക്കലെ കോളേജിലെ മുനീർ മദനി എന്ന വലിയ മുജാഹിദ് പണ്ഡിതൻ അവസാനം രക്ഷയ്ക്ക് വേണ്ടി ജിന്നുകളോട് സഹായം തേടി, അഥവാ ജിന്ന് ദാർശനികളോട് സഹായം തേടി ജബ്ബാർ മൗലവി രംഗത്ത് വന്നു. അദ്ദേഹം ഒരു നോട്ടീസ് ഇറക്കി, ഇവിടെ നേരത്തെ വിശദീകരിച്ചു. ആ നോട്ടീസിൽ അവസാനം തന്റെ വീട്ടിലെ നമ്പർ കൊടുത്തിട്ട് ജബ്ബാർ മൗലവി ഞങ്ങളെ വെല്ലുവിളിച്ചു. ഈ വിഷയത്തിൽ സംസാരിക്കാൻ തയ്യാറുള്ളവർ ഞാനുമായി സംസാരിക്കണമെന്ന് പറഞ്ഞ് കടന്നു വന്ന മുജാഹിദത്തിന്റെ പണ്ഡിത പ്രഭു എന്നറിയപ്പെടുന്ന ഈ മനുഷ്യൻ അവസാനം ഞങ്ങളോട് സംവാദത്തിന് തയ്യാറാണെന്ന് പരസ്യമായി ഫോണിലൂടെ സംസാരിക്കുകയും ആ ഫോൺ സംഭാഷണം ഇവിടെ പരസ്യമായി ജനങ്ങൾ കേൾക്കുമാറ് ഞങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവസാനം ഞങ്ങൾ അവിടെ കടന്നു ചെന്നപ്പോ ഞങ്ങളോട് പറഞ്ഞത്, ഞാൻ വ്യവസ്ഥക്ക് തയ്യാറാണെന്ന് പറഞ്ഞിട്ടില്ല, ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ്. അവരുടെ ആദർശ വ്യഭിചാരമാണിത്. ഇത് വഹാബിസത്തിന് മാത്രം ചേർന്നതാണ്, മറ്റൊരു പ്രസ്ഥാനത്തിന് ഒരിക്കലും ചേരുന്നതല്ല. ഈ വഹാബി പ്രസ്ഥാനം ഇത്ര വിദഅത്തിന്റെ ഏറ്റവും ചീഞ്ഞളിഞ്ഞ മുഖമായ വഹാബി പ്രസ്ഥാനം അന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നതിൽ നിന്ന് വിഭിന്നമായി, ഞാൻ ചർച്ചയ്ക്ക് തയ്യാറില്ല, ഞാൻ തയ്യാറുള്ളത് ഇസ്ലാം എടുത്തു വെച്ച് ഈ മുന്നിലിരുന്നു കൊണ്ട് ഇസ്ലാമിൽ കാണിച്ചു കൊടുക്കാൻ മാത്രമുള്ള ഒരു ഇടപെടൽ മാത്രമാണെന്ന് പറഞ്ഞ് മുജാഹിദുകളുടെ അപ്പോസ്തലൻ സംസാരിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ പരസ്യമായി സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുകയും ശേഷം നിങ്ങൾ നോട്ടീസ് ഇറക്കുകയും ചെയ്തു പരസ്യമായി. അതുകൊണ്ട് പരസ്യമായി ഇറക്കിയ നോട്ടീസിന് ജനങ്ങൾക്ക് ഇടപെടാനും മനസ്സിലാക്കാനും പറ്റും വിധം ക്യാമറകൾ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്തുകൊണ്ടും സംഭാഷണങ്ങൾ കേൾക്കാൻ പറ്റും വിധമുള്ള റെക്കോർഡിങ്ങുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു വ്യവസ്ഥ എഴുതേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വ്യവസ്ഥാപിതമായ ഒരു സംവാദത്തിന് ഞാൻ ഒരിക്കലും തയ്യാറല്ല, ഞങ്ങളുടെ പ്രസ്ഥാനം തയ്യാറല്ല എന്ന്. ഈ അവസ്ഥയിലേക്ക് വഹാബിസം എത്തിപ്പെടുകയും ജബ്ബാർ മൗലവി എത്തിപ്പെടുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? ജിന്നിനെ കൂട്ടുപിടിച്ചത് കൊണ്ടാവാം. പക്ഷേ ഞങ്ങൾക്ക് ഈ സമയത്ത് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ജിന്നുകൾ എവിടെ പോയിരിക്കുന്നു? ഈ സമയത്ത് നിങ്ങളെ സഹായിക്കാൻ, തേങ്ങ വീഴുമ്പോഴേക്ക് സഹായിക്കാൻ ജിന്നുകളെത്തുമെന്ന് പറയുന്നവർ, ആക്സിഡന്റിൽ സഹായിക്കാൻ ജിന്നെത്തുമെന്ന് പറയുന്നവർ, ജർമ്മനിയിൽ നിന്ന് മരുന്ന് കൊണ്ടുവരാൻ ജിന്നെ സഹായിക്കുമെന്ന് പറയുന്നവർ എവിടെ പോയി? ഇന്ന് കൊണ്ടോട്ടിയിൽ നിങ്ങളുടെ ജിന്ന്, നിങ്ങളെ സഹായിക്കാൻ ജിന്നുണ്ടായില്ലല്ലോ. ഇന്ന് നിങ്ങളെ സഹായിക്കാൻ ഒരു മൈക്ക്, ഒരു മൊബൈൽ ഉപയോഗിച്ച് മൊബൈൽ ക്യാമറയിലൂടെ ദൃശ്യങ്ങൾ പകർത്താൻ പോലും പാടില്ലെന്ന് പറഞ്ഞ നിങ്ങളുടെ വഹാബിസത്തിന്റെ ജിന്ന് എവിടെ പോയി ഒളിച്ചു? സക്കരിയ സ്വലാഹി വരാത്തത് കൊണ്ടായിരുന്നോ? അല്ലെങ്കിൽ വീടിന്റെ അകത്തളത്തിലിരുത്തിയ 10-25ഓളം വരുന്ന ഗുണ്ടകൾ നിങ്ങളെ പിന്തുണക്കാത്തത് കൊണ്ടായിരുന്നോ നിങ്ങൾ ഈ ചർച്ചയ്ക്ക് തയ്യാറില്ല എന്ന് പറഞ്ഞത്? ഞങ്ങളുടെ പണ്ഡിതന്മാർ, യുവ പണ്ഡിതന്മാർ അവിടെ രംഗത്ത് വന്നു. അതോടൊപ്പം ഞങ്ങൾ 3 പേർ ആ വീട്ടിനകത്ത് കടന്നു. വീട്ടിനകത്ത് കിടന്ന് സംസാരിച്ചപ്പോൾ ഒരു വീട്ടിൽ സാധാരണ വീട്ടിലുണ്ടാവേണ്ടുന്ന ആതിഥ്യ മര്യാദ പോലും വഹാബിസത്തിനില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ഇന്നത്തെ ഈ സംഭവങ്ങൾ. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും ഒരു ബുദ്ധിയുള്ള മനുഷ്യന്,
സംസ്കാരമുള്ള മനുഷ്യന്, മനുഷ്യർക്കിടയിൽ ഇടപെടുന്ന ആളുകൾക്ക് യോജിച്ചതല്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇന്ന് ഈ കണ്ട സംഭവങ്ങളൊക്കെ. ഞങ്ങൾക്ക് അതുകൊണ്ട് ഓർമ്മിപ്പിക്കാനുള്ളത്, മുജാഹിദ് പ്രസ്ഥാനത്തിലെ ജമിയത്തിലെ മെമ്പറായ ദാർശനിക പ്രഭുവായ ജബ്ബാർ മൗലവി അടക്കമുള്ളവർ പരാജയപ്പെട്ട് പിന്മാറിയ പ്രസ്ഥാനത്തിൽ നിന്ന് ഈ നാട്ടിലുള്ള സാധാരണക്കാരായ മുജാഹിദുകൾ പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് മുജാഹിദ് മൗലവിമാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇനി പിടിച്ചു നിൽക്കാൻ യാതൊരു കച്ചിത്തുരുമ്പുമില്ല. അതുകൊണ്ട് വേണമെങ്കിൽ പുളിക്കൽ എല്ലാ മൗലവിമാരെയും കൊണ്ടുവന്ന് ഞങ്ങൾ ഒരു ലോറി നിറയെ കയറുകൾ ഇറക്കി തരാം. അതിൽ സ്വയം കെട്ടി തൂങ്ങിച്ചാവുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും യോജിച്ചത് അതാണ്. കാരണം ഈ പ്രസ്ഥാനത്തിന്റെ പേര് ഇവിടെ അവസാനിപ്പിക്കുക, നിങ്ങളുടെ പ്രവർത്തനം ഇവിടെ അവസാനിപ്പിക്കുക. മുൻകഴിഞ്ഞ വിദായി പ്രസ്ഥാനങ്ങളായ റാഫിലുകൾ പിന്തിരിഞ്ഞതുപോലെ, അവരുടെ പ്രഭവ കേന്ദ്രങ്ങളിൽ നിന്ന് അവർ പിന്തിരിഞ്ഞതുപോലെ കേരളത്തിൽ നിന്ന് വഹാബിസം പുളിക്കൽ എന്ന ഹൃദയഭൂമിയിൽ നിന്ന് പിന്തിരിയണമെന്നാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് ഉണർത്താനുള്ളത്. ഈ ഉണർത്തൽ ഒരു പ്രസ്ഥാനത്തിന്റെ അവസാനത്തിന് ആടിയടിക്കുന്നതിന്റെ തുടക്കമാണെന്ന് ഞങ്ങൾ ഈ സമയത്ത് ഓർമ്മിപ്പിക്കും. നിങ്ങൾ പോയാൽ ഞങ്ങൾക്കൊരു 5 വർഷം നിങ്ങൾ തരിക. ഈ മുന്നേറ്റത്തെ, ഈ യുവ മുന്നേറ്റത്തെ, ഈ യുവപ്രവർത്തകരുടെയും യുവ പണ്ഡിതരുടെയും മുന്നേറ്റത്തിന് ഒരു 5 വർഷം തന്നാൽ വഹാബിസത്തെ കേരളത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന്. അതുകൊണ്ട് ഈ പുളിക്കലെ വഹാബിസത്തിന് താഴ്വേരുള്ള ഈ മണ്ണിനെ സാക്ഷി നിർത്തിക്കൊണ്ട്, ഇവിടെയുള്ള സർവ്വ മുജാഹിദുകളെയും സാക്ഷി നിർത്തിക്കൊണ്ട്, ഇവിടെ പ്രവർത്തിച്ച് മൺമറഞ്ഞു പോയ ഉമർ മൗലവിയുടെ കബറെടുത്ത സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഈ സമയത്ത് പറയാനുള്ളത്, വഹാബിസം പിരിച്ചുവിടുക, വഹാബിസം പിരിച്ചുവിടുക, വഹാബിസം പിരിച്ചുവിടുക. വഹാബിസത്തിന്റെയോ അല്ലെങ്കിൽ സൈഡിസത്തിന്റെയോ മറ്റേതെങ്കിലും പ്രസ്ഥാനങ്ങളുടെ പിന്നിൽ അണിചേരുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ, നാം മനസ്സിലാക്കിയിരിക്കേണ്ട, സംവാദങ്ങളുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ചില സുപ്രധാനമായ ചില കാര്യങ്ങൾ മാത്രം സംസാരിക്കാനാണ് ഞാൻ ഈ അവസരത്തിൽ തയ്യാറാകുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടി കൊണ്ടോട്ടിയിലേക്ക് പോയത് ജിന്ന് വിഷയവുമായി ബന്ധപ്പെട്ട് ജിന്ന് വിവാദങ്ങളിൽ ഏറെക്കുറെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചപ്പാട് പ്രകടിപ്പിക്കുന്ന ജബ്ബാർ മൗലവിയുമായി ചർച്ച ചെയ്യാനായിരുന്നു. പക്ഷേ ഈ ജബ്ബാർ മൗലവിയുമായി ചർച്ച വെച്ചുകൊണ്ട് അവർ പിന്മാറിയത് കാരണം നമുക്ക് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതൊരു ഖേദകരമായ വസ്തുത തന്നെയാണ്. എന്നാൽ വഹാബി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് സുന്നികൾ എന്നൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്, അന്നൊക്കെ നമുക്കുണ്ടായിരുന്ന തിക്തമായ അനുഭവങ്ങളായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറെക്കുറെ ഈ ജബ്ബാർ മൗലവിയുമായി തന്നെ ഞാനും എന്റെ സുഹൃത്ത് റൌഫും പല പ്രാവശ്യം വഹാബികളുമായി അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്കിടുകയും, പക്ഷേ ചർച്ചയിൽ നിന്ന് എന്നും ഊരിമാറുന്ന ഒരു തന്ത്രമായിരുന്നു അവർ മുന്നോട്ട് വെച്ചിരുന്നത്. ഒരിക്കലും ഞങ്ങളുമായിട്ട് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ, അതല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഒരു പരിപൂർണതയിലെത്തിക്കാൻ ഒരിക്കലും ജബ്ബാർ മൗലവിക്കോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ശിങ്കിടികൾക്കോ സാധിച്ചിട്ടില്ല എന്നത് നാം മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. അതുപോലെ തന്നെ ഈ ജബ്ബാർ മൗലവിയെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റേതൊരു വഹാബി പണ്ഡിതനെയോ വഹാബി നേതാവിനെയോ നാം എടുത്തു നോക്കുമ്പോഴും നമുക്കെന്നും കാണാൻ കഴിഞ്ഞിരുന്നത് ഇതേ നഗ്ന യാഥാർത്ഥ്യം തന്നെയായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. ഒരുപാട് കാലം സുന്നികളുടെ മദ്രസയിൽ അധ്യാപകനായിരുന്നു എന്ന് പറഞ്ഞ് ഈ നാടടക്കമുള്ള പരിസര പ്രദേശങ്ങളിലൊക്കെയും തെരുവ് പ്രസംഗങ്ങൾ നടത്തിയിരുന്ന ബഷീർ ദാരിമി നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഈ ബഷീർ ദാരിമിയുമായി ചർച്ചയ്ക്ക് വേണ്ടി ഈ പുളിക്കലിലുള്ള സുഹൃത്തുക്കൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ബഷീർ മൗലവി ഇമാമായി ജോലി ചെയ്യുന്ന പള്ളിയിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ ഉണ്ട തിക്തമായ അനുഭവം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ആ പള്ളിയിൽ വെച്ചുകൊണ്ട് ഞങ്ങളുമായിട്ടൊരു സംവാദത്തിന് അദ്ദേഹം നിർബന്ധിതനായപ്പോൾ അദ്ദേഹം വ്യവസ്ഥയ്ക്ക് സംവാദത്തിന് വേണ്ട വിഷയങ്ങൾ എഴുതുകയും അവസാനം വ്യവസ്ഥകളുടെ ചർച്ചയ്ക്കെത്തിയ സമയത്ത് മഗ്‌രിബിന് മുമ്പ് ഇനി നമുക്ക് മഗ്‌രിബ് നിസ്കരിച്ചതിന് ശേഷം അനിയന്ത്രിതമായി തുടരാമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സമയ നിയന്ത്രണമില്ലാതെ മഗ്‌രിബിന് ശേഷം ചർച്ച തുടരാമെന്ന് പറഞ്ഞ ബഷീർ ദാരിമി അവസാനം അദ്ദേഹം ചെയ്തത് ഒരിക്കലും നിങ്ങളുമായിട്ട് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് വ്യഞ്ജന സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഒരു അക്ഷരം മിണ്ടാതെ പുറത്തു പോവുകയാണെന്ന് പറയാതെ പള്ളിയിൽ നിന്ന് മിണ്ടാതെ ഇറങ്ങി പോവുകയാണ് അദ്ദേഹം ചെയ്തത്. ചർച്ച വിഷയം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഈ ബഷീർ ദാരിമിയെ വഴി മധ്യത്തിൽ ഞങ്ങൾ പിടികൂടുകയും അദ്ദേഹത്തിന്റെ പരിപാടിക്കിടയിൽ ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ടിസഹിതം പിടികൂടിയപ്പോൾ അദ്ദേഹം തന്റെ മൊബൈൽ മറ്റൊരാൾ കയ്യിലേൽപ്പിച്ചുകൊണ്ട് എല്ലാ വിഷയങ്ങളും അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ വഞ്ചിക്കുകയായിരുന്നു ചെയ്തത്. ഇനി നിങ്ങൾ മറ്റുള്ള ആളുകളുമായി നടത്തിയ ചർച്ചകളുടെ രത്ന ചുരുക്കം ഇതുപോലെ തന്നെയാണെന്ന് നാം മനസ്സിലാക്കുക. നിങ്ങൾ ആലോചിക്കണം, ഈ ആഞ്ചിയൂർ കുന്നത്തി വെച്ചുകൊണ്ട് ഒരു സംവാദത്തിനൊക്കെ വ്യവസ്ഥ എഴുതാൻ വേണ്ടി ഇവിടുത്തെ പ്രവർത്തകരോട് കൂടെ നിങ്ങൾ പോയപ്പോൾ
അവിടെ വെച്ചുകൊണ്ട് അവിടെയുണ്ടായിരുന്ന ഹമീദ് മൗലവി ഞങ്ങളോട് ധിക്കാരപൂർവ്വം പറഞ്ഞത്, നിങ്ങളുമായിട്ട് ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറാവണമെങ്കിൽ ജംഇയ്യത്തുൽ ഉലമമാരുടെ കത്ത് വേണമത്രേ. നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ഇതിന് തികച്ചും ഒരു മാസം മുമ്പ് തറയിട്ടാലിൽ വെച്ചുകൊണ്ട് വഹാബികളുമായി ചർച്ച നടത്താൻ സംവാദത്തിനൊക്കെ വേണ്ടി വ്യവസ്ഥയ്ക്ക് ഞങ്ങൾ ഒരുങ്ങിയപ്പോൾ അവർക്ക് ഈ ജംഇയ്യത്തുൽ ഉലമയുടെ കത്തിന്റെ ആവശ്യമില്ലായിരുന്നു. അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും നമ്മൾ ചർച്ചയ്ക്ക് വ്യവസ്ഥകൾ നടത്തുമ്പോൾ സംവാദത്തിനൊക്കെ വേണ്ട വ്യവസ്ഥകൾ തയ്യാറാക്കുന്ന അവസരത്തിൽ ഒരിക്കലും ഇവർക്ക് ജംഇയ്യത്തുൽ ഉലമയുടെ കത്തിന്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഈ പുളിക്കലിലുള്ള വഹാബി തറവാട്ടിലെ ആളുകൾക്ക് ഒരു ചർച്ച നടത്തണമെങ്കിൽ ജംഇയ്യത്തുൽ ഉലമയുടെ സഹായം വേണമത്രേ. നിങ്ങൾ ആലോചിക്കണം, ഈ പുളിക്കൽ മണ്ണിലെ വഹാബിസം എത്രമാത്രം അധപ്പതിച്ചു പോയി എന്ന്. ഞാൻ ദീർഘിപ്പിക്കുകയല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഒരിക്കലും ഈ അടുത്ത കാലത്ത് സുന്നി യുവ പണ്ഡിതരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് ഇനിയൊരു സംവാദത്തിലേക്ക് മുന്നിലേക്ക് വരില്ല എന്ന് ഉച്ചസ്ഥലം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സമയങ്ങളിൽ മുഴുവനും നടക്കുന്ന വഹാബികളുടെ പ്രവർത്തനങ്ങളെന്ന് നാം എപ്പോഴും മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു ചുരുക്കം മാത്രമാണ്, അതിന്റെ ഒരു ചിത്രം മാത്രമാണ് ഇന്ന് നാം കൊണ്ടോട്ടിയിലും കണ്ടത് എന്ന് നാം മനസ്സിലാക്കുക. കൊണ്ടോട്ടിയിലെ ഈ ചർച്ചയിലേക്ക് നിദാനമായി സംഭവിച്ചത്, അതിലേക്ക് കാരണമായി ഭവിച്ചത് ഈ പുളിക്കലിൽ നടക്കുന്ന ഖണ്ഡന പ്രസംഗമായിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് നൗഷാദ് ഹസൻ നടത്തുന്ന ഈ ചർച്ച, ഈ ഖണ്ഡന പ്രസംഗങ്ങൾ വളരെയധികം വിജയിച്ചു എന്നതിന്റെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ സംസാരം ചുരുക്കുകയാണ്.